എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ LGS എക്സാമിന് ചോദിച്ചിട്ടുള്ള നവംബർ 2 നടന്നിട്ടുള്ള LGS എക്സാമിന് ചോദിച്ചിട്ടുള്ള കറന്റ് അഫയേഴ്സിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏതാണ്? ആൻസർ വയോമിത്രം അല്ലെ, വയോമിത്രമാണ്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് വയോമിത്രം. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിന് തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോവാം. അടുത്ത് നോക്കാം: മാരകമായിട്ടുള്ള അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം പദ്ധതി അല്ലെ, താലോലം പദ്ധതി. ഇനി അടുത്തത്: ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ചിട്ടുള്ള പുതിയ പദ്ധതി ഏതാണ്? ഒരുപാട് തവണ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ അമൃത് അല്ലെ, ഓപ്പറേഷൻ അമൃതാണ്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-2024 ശ്രവണ വൈകല്യവുമായിട്ട് ബന്ധപ്പെട്ട 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നൽകുന്ന സംരംഭമാണ് ശ്രുതി തരംഗം അല്ലെ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോക്ലിയർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ശ്രുതിയായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. ശ്രുതി തരംഗമാണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചുള്ള മൊബൈൽ ആപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ വിദ്യാവാഹനാണ് കേട്ടോ, വിദ്യാവാഹൻ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സ്വാസ്ഥ്യമാണ്. ഈ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അർബുദം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം അല്ലെ. ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഈ ക്യാൻസർ ഒക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കാം എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ സ്വസ്ഥം അല്ലെങ്കിൽ സ്വാസ്ഥ്യമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കുടുംബശ്രീയും തിരുവനന്തപുരം RCCയും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്വാസ്ഥ്യം പഠിച്ചല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് അഭയാണ്. എന്താണ് അഭയ എന്നുള്ളത് നോക്കാം. നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ. ഓക്കെ, അപ്പൊ നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. തെരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അഭയം കൊടുക്കുന്ന അല്ലെങ്കിൽ ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. നിർധനരായിട്ടുള്ള രോഗികൾക്കാണ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം അഭയകിരണം. അപ്പൊ എന്താണ് അഭയകിരണം നോക്കാം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണ് അഭയകിരണം. ആദ്യഘട്ടമായിട്ട് 200 പേർക്ക് സഹായം നൽകും. 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ അഭയകിരണം എന്ന് പറയുന്നത് വിധവകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലെ. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. ഓക്കെ, അഭയകിരണം. ഇനി അടുത്ത് നോക്കാം അന്നപ്രദായിനി. അന്നപ്രദായിനി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താ? അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗനവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ്. നമുക്ക് അന്നപ്രദായിനി എന്ന് പറയുമ്പോൾ തന്നെ അന്നവുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഉച്ചഭക്ഷണ പരിപാടിയാണ്. കുടുംബശ്രീ മിഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇനി അന്നദായിനി എന്താ? കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ഇപ്പൊ രണ്ടും ഈ പറഞ്ഞ പോലെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അന്നപ്രദായിനി എന്ന് പറയുന്ന അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗനവാടികളാണ് കേട്ടോ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ്. അന്നദായിനി എന്ന് പറയുന്നത് കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ആശാകിരണം. നമ്മൾ അഭയകിരണം പഠിച്ചു അല്ലെ. ഇനി എന്താണ് ആശാകിരണം എന്നുള്ളത് നോക്കാം. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് ഇൻഷുറൻസ് നൽകുന്ന ഒരു പദ്ധതിയാണ് ആശാകിരണം. ആ പേരിൽ തന്നെയുണ്ട് അല്ലെ. ആശാ വർക്കേഴ്സിന് നൽകുന്ന ഒരു ഇൻഷുറൻസ് ആണ് ആശാകിരണം. അഭയകിരണം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നത് അല്ലെ. അടുത്ത് നോക്കാം ആശ്വാസകിരണം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അപ്പൊ അവർക്കൊരു ആശ്വാസമാവും അല്ലെ. ഈ രോഗികളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം കിട്ടുന്ന പോലെ ആലോചിക്കാം. അപ്പൊ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് 600 രൂപയാണ് പറയുന്നത് കേട്ടോ.
ഇനി ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തുള്ള സ്കൂളുകളെ ആശ്വാസ് കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന ഒരു പദ്ധതിയാണ്. ആശ്വാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആർട്സ് ഉണ്ട്, സ്പോർട്സ് വർക്ക് ഉണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ, അതാണ് ആശ്വാസ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ആരോഗ്യ കിരണം. അപ്പൊ കുറച്ച് അധികം കിരണം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അഭയകിരണം ഉണ്ടായിരുന്നു, ആശാകിരണം, ആശ്വാസ കിരണം, ഇനി ആരോഗ്യ കിരണം. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഓക്കെ, അപ്പൊ അത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. ഇനി അടുത്ത് നോക്കാം ആപ്തമിത്രം. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ആപ്തമിത്രം. രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനം നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ പഠിപ്പിച്ചിട്ടുള്ള എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും കൂടെ നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 30 മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് അമൃതം ആരോഗ്യം? ജീവിതശൈലി രോഗികൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഇനി അടുത്ത് നോക്കാം അതുല്യം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ഓക്കെ, സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് കേട്ടോ. സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ഇനി ആർദ്രം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ആർദ്രം പദ്ധതി എന്താണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായിട്ടുള്ള നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം പദ്ധതി കേട്ടോ. ആയുർദളം എന്ന് കേൾക്കുമ്പോൾ അത് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലാതെ ആയുർവേദമല്ല. അപ്പൊ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് കേട്ടോ, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം. ഇനി അടുത്ത് നോക്കാം ആലില പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി. വൃക്ഷ തൈകൾ നട്ടുപരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണ്. അപ്പൊ നമുക്ക് ആലില എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ വൃക്ഷ തൈകൾ നട്ടുപരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആയുർദളം എന്ന് പറയുമ്പോൾ എന്താ? എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. എയ്ഡ്സിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. ആർദ്രം എന്ന് പറയുന്നത് മികച്ച ചികിത്സ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നല്ല ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ്. അതുല്യം സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി അല്ലെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? അമൃതം ആരോഗ്യം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗ ചികിത്സയും ഉറപ്പുവരുത്തുന്നതിനുള്ള ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അടുത്ത് നോക്കാം ക്യാൻസർ സുരക്ഷ. ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി കേട്ടോ. ചെലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല. 2008 നവംബർ 1 ആരംഭിച്ചു. കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. ക്യാൻസർ വരെ കേട്ടോ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നതിനായിട്ട് കാരുണ്യ ലോട്ടറിയിലൂടെയാണ് ഈ ഒരു തുക കണ്ടെത്തുന്നത് കേട്ടോ. അതാണ് കാരുണ്യ പദ്ധതി. ഓക്കെ, അപ്പോ അത് പഠിച്ചേക്കുക. പിന്നെ ഉള്ളത് പ്രതീക്ഷ. എന്താണ് പ്രതീക്ഷ എന്ന് പറയുന്നത്? ശാരീരികവും മാനസികവുമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായിട്ട് ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. ഓക്കെ, ശാരീരികവും മാനസികവുമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇനി പ്രതീക്ഷ ഭവൻ എന്ന് പറഞ്ഞാലോ? ബുദ്ധി വൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ്. അപ്പൊ പ്രതീക്ഷ ഭവൻ കേട്ടോ. ഭവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സ്ഥാപനമാണല്ലോ. അപ്പൊ ബുദ്ധി വൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനം മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിക്കുന്നു.
പ്രത്യാശ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രത്യാശ. 50,000 രൂപയാണ് നൽകി വരുന്ന തുക കേട്ടോ, പ്രത്യാശ. ഇനി പ്രത്യാശ ഭവൻ എന്ന് പറയുന്നത് ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ്. ഓക്കെ, ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതീക്ഷാ ഭവൻ പറഞ്ഞു അല്ലെ, അത് ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ്. അതേപോലെ തന്നെ പ്രത്യാശ ഭവൻ എന്ന് പറയുന്ന ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ബാലമുകുളം. ബാലമുകുളം എന്ന് പറയുന്നത് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. അപ്പൊ ബാലമുകുളം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ബാലമുകുളം ഒന്ന് ഓർത്തു വെച്ചേക്കണേ. അടുത്ത് നോക്കാം മന്ദഹാസം. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനായിട്ടുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ മന്ദഹാസം. ഇപ്പൊ ചെറിയൊരു മന്ദഹാസമൊക്കെ മതി, വെപ്പുപല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനായിട്ടുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. അടുത്ത് നോക്കാം താലോലം. താലോലം പദ്ധതിയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നാഡീ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. ഓക്കെ, അപ്പൊ താലോലിക്കുന്ന ആ ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നാഡീ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. തൂവൽ സ്പർശം എന്താ? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം അല്ലെ. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. അപ്പൊ കുട്ടികളെയൊക്കെ തൂവലൊക്കെ കൊണ്ട് തൂവൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം, വളരെ സോഫ്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. ഓക്കെ, ഇനി ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ്. നമുക്ക് എന്താ നോക്കാം. പരീക്ഷാ കാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായിട്ട് നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. ഇനി കൗൺസിൽമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. ടോൾ ഫ്രീ നമ്പർ 1056. അതൊന്ന് പഠിച്ചേക്കണേ. ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1056 ആണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ തീർന്നിട്ടില്ല, നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ്, കറന്റ് അഫയേഴ്സിന്റെ ബാക്കിയുള്ളതും കൂടെ ഡിസ്കസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇംഗ്ലീഷിന്റെ ഒക്കെ ടോപ്പിക് വൈസ് ആയിട്ട് ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. പെയ്ഡ് ക്ലാസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ വൊക്കാബുലറി മാത്രമുള്ള ക്ലാസ്സുകളുണ്ട്. പിന്നെ 800 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ.